രാത്രി വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി കയറി അങ്ങ് ഉണ്ടാക്കി. വീട്ടിലുള്ള ഐറ്റംസ് യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും ക്യാപ്സിക്കും ആയിരുന്നു. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, സ്പ്രിംഗ് ഓണിയനൊക്കെ ആഡ് ചെയ്യാം. പിന്നെ 2 എഗ്ഗ് ചിക്കി എടുത്തിട്ടുണ്ട്, ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട്. പിന്നെ ചൂടുവെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത സോയാബീനിൽ ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഗാർലിക്കാണ്. പിന്നെ മുട്ട ചിക്കിയെടുത്ത പാനിൽ തന്നെ ഞാൻ ആക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗാർലിക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അധികം കരിഞ്ഞു പോകണ്ട. പിന്നെ അതിലേക്ക് ബീൻസ് ഇടുക, ഓരോ പച്ചക്കറികളായി ഇട്ട് കൊടുക്കുക. കാരണം അധികം പച്ചക്കറി വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ മാത്രം മതി. ഫ്രൈഡ് റൈസിന് അതാണ് ടേസ്റ്റ്. അപ്പോൾ ഇതാ ഞാൻ ബീൻസ് ഇട്ടു, അതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ടു, പിന്നെ ഇതാ ഇപ്പോൾ ക്യാപ്സിക്കോടും കൂടി ഇടും. ഇത് നന്നായിട്ട് ഇളക്കുക. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ട ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി എഗ്ഗിലും അതുപോലെ തന്നെ സോയാബീനിലും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സോയാബീനും കൂടെ ഇതിനൊപ്പം ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം പെട്ടെന്ന് ചെയ്യണം, അധികം ടൈം എടുക്കണ്ട. അപ്പോൾ അതിനകത്തേക്ക് എഗ്ഗും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സിലോട്ട് ഞാൻ കുറച്ച് സോയ സോസും അതുപോലെ ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി സോസിൻ്റെ അതും കൂടെ ആഡ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. ഇനി ഈ സമയത്ത് ഉപ്പോ കുരുമുളകോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഞാനിതാ മാറ്റി ബോയിൽ ചെയ്ത് വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാ റൈസാണ്, ബിരിയാണി റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബസ്മതി റൈസൊന്നുമല്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ, അതുകൊണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടിൻ്റെ ആവശ്യമുണ്ട്, കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എനിക്കൊരു എരിവ് വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രൈഡ് റൈസ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.